Now we will study about the C drive or local disk C in a computer. In the previous class, we studied that when we double click on computer icon, hard disk drives will be appear on the window. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു കമ്പ്യൂട്ടർ എന്ന ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിയുമ്പോൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ സി ഡ്രൈവ് ഓർ ലോക്കൽ ഡിസ്ക് സി. This icon displays the hard disk built inside the computer as a means for permanent storage of data. അതായത് കമ്പ്യൂട്ടറിൽ പെർമനൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസ് ആണ് ഈ സി ഡ്രൈവ് എന്ന് പറയുന്നത്. For proper organization of this data, hard disk may be divided into several parts called partitions. അതായത് ഡാറ്റാസ് നമ്മൾ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ ഹാർഡ് ഡിസ്കിലെ ഡാറ്റേനെ ഡിവൈഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പാർട്ടീഷൻസ് എന്നാണ് പറയുന്നത്. ഡബിൾ ക്ലിക്ക് ദ ഐക്കൺ, എ വിൻഡോ അപ്പിയേഴ്സ് ടു ഡിസ്പ്ലേ ദ കണ്ടന്റ് ഓഫ് ദ ഹാർഡ് ഡിസ്ക്. നമ്മൾ ഈ ഐക്കണിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർമനൻറ്റ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ നമുക്ക് കാണാനായിട്ട് കഴിയും. Other parts are then named as local disk D, local disk E, etc. It may vary according to your computer setup. These drives also can be opened by double clicking on the icons. അതായത് ഈ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിൻ്റെ അതർ പാർട്സ് ആണ് ഏതൊക്കെ? ലോക്കൽ ഡിസ്ക് ഡി, ലോക്കൽ ഡിസ്ക് ഇ. അതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള സെറ്റപ്പിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മാറ്റമുണ്ടായിരിക്കും. നെക്സ്റ്റ്, റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ്. റിമൂവബിൾ സ്റ്റോറേജ് ഇൻ കമ്പ്യൂട്ടർ ടേംസ് ഈസ് എനി ഫോം ഓഫ് ഡാറ്റ സ്റ്റോറേജ് വിച്ച് ഈസ് നോട്ട് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. ഇറ്റ് ഈസ് മച്ച് മോർ പോർട്ടബിൾ ദാൻ ആൻ entire computer, allowing you to easily carry data back and forth from a wide variety of locations. Some of them are CD-ROM, DVD-ROM, pen drive, etc. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് ഏതൊക്കെയാണ്? CD, DVD, പെൻ ഡ്രൈവ്, എക്സെട്ര അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അത് തിരിച്ച് നമുക്ക് തന്നെ പോർട്ടബിളായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അതാണ് എന്ത്? റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് എന്നതിനെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ CD-ROM or DVD-ROM. This icon indicates that we can use CDs or DVDs in this computer. To see the content of a CD or DVD, first it must be inserted into the CD or DVD drive in the computer. Double click on the icon to see the content of the CD. അതായത് നമുക്ക് സി ഡിയോ ഡി വി ഡിയോ കമ്പ്യൂട്ടറിൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സി ഡിയെയും അല്ലെങ്കിൽ ഡി വി ഡിയെയും ഈ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവ് ഉണ്ട്, ഈ സി ഡിയും ഡി വി ഡിയും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവ്, ആ ഡ്രൈവിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഐക്കൺ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാനായിട്ട് കഴിയും. ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക്, സി ഡി അല്ലെങ്കിൽ ഡി വി ഡി ആ ഒരു ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസിലുള്ള കണ്ടൻറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നെക്സ്റ്റ് ഈസ് പെൻ ഡ്രൈവ്. USB port in the computer allows a pen drive to connect to the computer. If there is a USB port, we can insert the pen drive into our computer. An icon will be displayed when the pen drive is inserted in the USB port. Double click the removable disk icon to see the contents of the pen drive. അതായത് പെൻ ഡ്രൈവിലുള്ള കണ്ടൻറ്റ് നമുക്ക് കാണണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അതിലേക്ക് നമ്മുടെ ഈ പെൻ ഡ്രൈവിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിമൂവബിൾ ഡിസ്ക് എന്ന ഭാഗം ആ ഐക്കണിൽ നമുക്ക് USB പോർട്ടിൽ പെൻ ഡ്രൈവ് എന്ന് എഴുതി കാണിക്കും. ആ പെൻ ഡ്രൈവ് എന്നുള്ള ഐക്കണിൽ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെൻ ഡ്രൈവിലുള്ള കണ്ടൻറ്റ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഏത്? റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ്. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ മെമ്മറിയിലുള്ളത് കാണാൻ കഴിയും, ആവശ്യം കഴിയുമ്പോൾ നമുക്കത് പോർട്ടബിളായിട്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റും. Other removable storage devices are the printers. For using a printer along with a computer, first connect it to the computer. Then you have to install a program that handles the printer. This is done by double clicking on the printer icon. അതായത് നമുക്ക് കമ്പ്യൂട്ടറിനോടൊപ്പം ഒരു പ്രിൻ്റർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആദ്യം പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യണം. അതിനുശേഷം പ്രിൻ്ററിൻ്റെ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം.
അതിനുശേഷമാണ് നമുക്ക് പ്രിൻ്ററിൻ്റെ ഐക്കണിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Next is the documents. Documents is a folder within the Windows desktop that provides you a convenient place to store documents, pictures, audio files or other files that are accessed frequently. When you save a file in Windows, it is automatically saved in Documents unless യു ചൂസ് എ ഡിഫറെൻറ്റ് ഫോൾഡർ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഏതൊരു ഫയലും, അത് പിക്ചർ ആയിക്കോട്ടെ, ഓഡിയോ ഫയൽസ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഫയൽസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസാണ് ഡോക്യുമെൻറ്റ്സ് വിൻഡോ എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻറ്റ് ഫോൾഡറിലാണ് നമ്മൾ വിൻഡോസിലുള്ള എല്ലാ ഫയൽസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും അതർ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമാണ് ഡോക്യുമെൻറ്റിലല്ലാതെ ബാക്കി സ്ഥലത്ത് പോയിട്ട് ഫയൽ സേവ് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീസൈക്കിൾ ബിൻ. Recycle bin is similar to a dustbin in your home. Recycle bin also provides the facility to retrieve the items if they are not removed from it. That is, items temporarily stored in the recycle bin can be retrieved before they are permanently deleted by the user. So we can call recycle bin as the dustbin of our computer. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരിക്കൽ കൊടുത്ത ഡാറ്റ എപ്പോഴെങ്കിലും നമ്മൾ ടെമ്പററിലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത ഫയൽ പോയി കിടക്കുന്നത് ഈ റീസൈക്കിൾ ബിന്നിലായിരിക്കും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ റീസൈക്കിൾ ബിന്നിൽ നിന്ന് ആ ഡിലീറ്റ് ചെയ്ത ഫയൽ നമുക്ക് റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒരു ഡസ്റ്റ്ബിൻ പോലെയാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെലീറ്റിംഗ് എ ഫയൽ ഫ്രം ദ കമ്പ്യൂട്ടർ. എങ്ങനെയാണ് കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുക? Sometimes we want to remove certain files from the computer. Removing the files can be done by step 1. Select the files that is to be removed from the computer. Step 2. Press delete button on the keyboard or right click and then select delete option from the menu appearing. Windows confirms before deleting the file by displaying a dialog box. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഡിലീറ്റ് ബട്ടൺ കീബോർഡിലുള്ളത് അമർത്തുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് അതിൽ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഡയലോഗ് ബോക്സിൽ ചോദിക്കും ഈ ഫയല് നമ്മൾ ഡിലീറ്റ് ചെയ്യണോ, യെസ് ഓർ നോ എന്നുള്ളൊരു ഡയലോഗ് ബോക്സ് കാണാനായിട്ട് സാധിക്കും. ദ ഫിഗർ ഷോസ് ദ ഡയലോഗ് ബോക്സ്. സ്റ്റെപ്പ് 3, കൺഫേം ഫയൽ delete dialog box appears as shown in figure. Step 4, click on yes button to confirm the deletion. അതായത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫയൽ ഡിലീറ്റ് ആയി പോകുന്നു. നെക്സ്റ്റ്, റീസ്റ്റോറിംഗ് ഡിലീറ്റഡ് ഫയൽസ്. Files deleted using delete command or by pressing delete key on the keyboard will be kept in the recycle bin. In some situations, you may wish to restore a file from the recycle bin. അതായത് നമുക്ക് ഒരിക്കൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫയൽ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് നമുക്കത് തിരിച്ച് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. സ്റ്റെപ്പ് 1, സെലക്ട് ദ ഫയൽ ദാറ്റ് ഈസ് ടു ബി restored from the recycle bin. Step 2, select file menu and then select restore option. The file will be made available in the old location where it was before being deleted. അതായത് നമ്മളൊരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫയൽ മെനു എടുത്തിട്ട് അതിൽ റീസ്റ്റോർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഫയൽ അവിടെ അതിൻ്റെ പഴയ സ്ഥലത്ത് തന്നെ ഓപ്പൺ ചെയ്ത് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് വിൻഡോസ് എക്സ്പ്ലോറർ. വിൻഡോസ് എക്സ്പ്ലോറർ ഈസ് എ പ്രോഗ്രാം വിച്ച് മാനേജസ് ദ കണ്ടൻസ് ഓഫ് ദ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിലുള്ള കണ്ടൻസിനെ മാനേജ് ചെയ്യുന്ന പ്രോഗ്രാമാണ് വിൻഡോസ് എക്സ്പ്ലോറർ. ഇറ്റ് ഹെൽപ്പ് us ടു എക്സ്പ്ലോർ ദ ഫയൽസ്, ഫോൾഡേഴ്സ് ആൻഡ് ഡ്രൈവ്സ്.
ഫോളോ ദി സ്റ്റെപ്സ് ടു ഓപ്പൺ വിൻഡോസ് എക്സ്പ്ലോറർ. എങ്ങനെയാണ് വിൻഡോസ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസ്, വിൻഡോസ് എക്സ്പ്ലോറർ. അതായത് ഏതൊക്കെയാണ്? സ്റ്റാർട്ടിൽ പോവുക, ഓൾ പ്രോഗ്രാംസ് എടുക്കുക, ആക്സസറീസ് എടുക്കുക, വിൻഡോസ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. ഓക്കെ.